കാസർഗോഡ് സമസ്ത മണ്ഡലം തല സംഘാടക സമിതി യോഗം അലസിപ്പിരിഞ്ഞു. സമസ്ത 100ാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് അലസിപ്പിരിഞ്ഞത്. മംഗളൂരു ഖാദി ത്വാക മൗലവിക്കെതിരെ കർണാടകയിൽ നടന്ന കയ്യേറ്റ ശ്രമത്തിൽ നടപടിയെടുക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കയ്യേറ്റം നടത്തിയവർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി യോഗം പിരിയുകയായിരുന്നു. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, എന്താണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണം? കർണാടക സുന്നി മഹൽ ഫെഡറേഷൻ യോഗത്തിൽ മംഗളൂരു ഖാദി ത്വാക അഹമ്മദ് മുസല്യാർക്കെതിരെ ഒരു വിഭാഗം കയ്യേറ്റം നടത്തി, അതോടൊപ്പം ആക്ഷേപിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഈ യോഗത്തിനെത്തിയ ഒരു വിഭാഗം യോഗം അലങ്കോലപ്പെടുത്തിയത്. യോഗം 100ാം വാർഷികാഘോഷത്തിന്റെ സംഘാടക സമിതി യോഗമാണ് കാഞ്ഞങ്ങാട് ചേർന്നിരുന്നത്. ആ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ അഹമ്മദ് ത്വാക മൗലവിയെ കയ്യേറ്റം നടത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണം എന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ അംഗങ്ങൾക്കെതിരെ അവിടെ മംഗളൂരുവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയതിനു ശേഷം യോഗം പിരിച്ചുവിടുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരുന്നത്. സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് യോഗ അധ്യക്ഷൻ. ജില്ലാ വൈസ് പ്രസിഡന്റ് എം മൊയ്തു വാക്കവിയാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാലിയായ മേഖലയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാലിയായ മേഖലയിലെ ഈ മണ്ഡലം കമ്മിറ്റി തന്നെ യോഗം അലസിപ്പിരിയുന്ന ഒരു സാഹചര്യമുണ്ടായത് സമസ്തയിൽ വലിയ വിവാദത്തിന് കാസർഗോഡ് ജില്ലയിൽ കാരണമായിട്ടുണ്ട്. മംഗളൂരുവിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ യോഗത്തിൽ വെച്ചാണ് ഈ ഒരു വിഭാഗം ആളുകൾ അഹമ്മദ് ത്വാക മൗലവിയെ അവഹേളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്ന് ഇവർ ആരോപിക്കുന്നത്. അവർക്കെതിരെ, ആ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണം എന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നടപടി ഉണ്ടായിരുന്നില്ല. ആ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടാണ്, ആ നടപടി എടുത്തതിന് ശേഷം മാത്രമേ സംഘാടക സമിതി യോഗം ചേരാൻ പാടുള്ളൂ എന്നതായിരുന്നു ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞത്. അങ്ങനെ പ്രവർത്തകർ വിവിധ മഹലുകളിൽ നിന്നെത്തിയ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് യോഗം നിർത്തിവെക്കാനും ഈ പ്രമേയം പാസാക്കിയതിനു ശേഷം യോഗം അവസാനിപ്പിക്കാനും നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമസ്തയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായ യോഗം ഈ പ്രമേയം ത്വാക മൗലവിക്കെതിരെ ആക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം ഈ യോഗം പിരിച്ചുവിടുകയായിരുന്നു. ശരി, ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.